ചെറായി ബീച്ചിൻ്റെ അവസ്ഥ വളരെ ശോകമാണെന്ന് പറഞ്ഞപ്പോൾ ബീച്ചൊന്ന് കാണാനായിട്ട് ഞാൻ ദിവളുടെ പുറകെ ഇരുന്ന് അങ്ങോട്ട് പോകേണ്ടേ. ഞാൻ എവിടെയെങ്കിലും പോകാൻ അറിയി കഴിഞ്ഞാൽ ദിവളെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ വന്ന് വണ്ടി ഓടിച്ചോളൂട്ടാ. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ അവള്, നമ്മുടെ റോയലാണ്ടത്. അപ്പോൾ ഞങ്ങളിത് ചെറായി ബീച്ചിലൊന്ന് അവിടുത്തെ അവസ്ഥ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് ഒരുപാട് പരിപാടികൾ നടന്ന ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് സീവാളൊക്കെ അടിച്ച് തകർത്തിട്ട് നേരെ കടലുള്ളിലോട്ട് കയറിയിട്ടാ. അതുപോലെ ചെറായിന്ന് മുനമ്പത്തോട്ട് പോണ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നുണ്ട്. കംപ്ലീറ്റ് വേസ്റ്റുകളെല്ലാം അടിച്ച് നേരെ കരയിലോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മൾ കുറേ നാളുകൊണ്ട് പുഴയിലോട്ടും കടലിലോട്ടൊക്കെ എറിയുന്ന വേസ്റ്റുകൾ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു തരുന്ന ഒരു പ്രതിഭാസമാണ് നിങ്ങൾ ഈ കാണുന്നേട്ടാ. അതുപോലെ തന്നെ ഈ കാണുന്നേട്ടാ കടലിൻ്റെ തിരയുടെ ശക്തി കൊണ്ട് ഓരോ ചവിട്ടുപടികളും തകർന്നു വിടണേട്ടാ. ഓരോ മനുഷ്യന്മാരും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കൂട്ടി വെക്കും. ഇതുപോലൊരു പ്രകൃതി ദുരന്തം വന്ന് എല്ലാം നശിപ്പിച്ചങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് ഇങ്ങനെ സമ്പാദിക്കണല്ലേ? അന്നന്ന് കിട്ടുന്നത് കൊണ്ട് അന്നന്ന് ഹാപ്പിയായിട്ട് ജീവിച്ചങ്ങോട്ട് പോയാൽ പോരെ. ഞാൻ നോക്കിയിട്ട് മലയോരത്തും തീരദേശത്തും താമസിക്കുന്ന ആൾക്കാർ ഒരു 5 വർഷം കൊണ്ട് സ്വരുക്കൂട്ടി ഉണ്ടാക്കി വെക്കുന്ന പണം ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലൊരു പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ചിലവായി പോകട്ടാ. ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി കെട്ടിപ്പടുത്തുകൊണ്ട് തന്നെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് തന്നെ തകർന്നു പോണ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് ജീവിതങ്ങൾ ഒരുപാട് ബാക്കി. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, സ്വത്തും സമ്പാദ്യം എല്ലാം പോയിക്കോട്ടെ, പക്ഷെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ.